വണ്ടി ഇവിടെ ഇട്ടിട്ട് അതിൽ എ സിക്ക് കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ട്. ഇനി സ്ട്രെയിറ്റ് ചിത്തിരെ വീട്. അതിന് മുൻപ് നമുക്ക് ഫുഡ് കഴിക്കണം, നല്ല വിശപ്പുണ്ട്. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ഫോണിൻ്റെ ബാക്കിലൊട്ടിക്കുക സ്റ്റിക്കേഴ്സ്. ഏത് വേണം? 30 ഉണ്ട്, 60 ഉണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു യാത്ര റിലേറ്റ് ചെയ്തൊരു വീഡിയോ ആണ്. നമ്മളിന്ന് നാഗർകോവിൽ പോവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് കേട്ടോ. നമ്മൾ ഇന്ന് രാവിലെ പ്ലാൻ ചെയ്തു, ഇറങ്ങി നമ്മൾ പോകാൻ പോകുന്നു. ആദ്യ കുട്ടി ഇതാ ഇവിടെ ഓൾ സെറ്റ്. അതോ ഹായ് പറയാം എല്ലാവർക്കും. സേ ഹായ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മളിന്ന് വണ്ടി ഒന്ന് മാറി കയറി സംഗീയുടെ വീട്ടിലേക്ക് എത്തി. നമ്മുടെ വണ്ടി ഇവിടെ ഇട്ടിട്ട് അതിൽ എ സിക്ക് കുറച്ച് കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പം നമ്മുടെ വേറെ വണ്ടി എടുത്തിട്ട് നമ്മൾ പോകാൻ പോവുകയാണ്. എല്ലാം ഫ്രണ്ടിൽ പോയി. അപ്പം ഞാനും ഓടിപ്പോട്ടെ. നമ്മൾ സാധനങ്ങളൊക്കെ മാറ്റി ഇങ്ങോട്ട് വയ്ക്കുകയാണ്. ബൈ. അങ്ങനെ നമ്മൾ കയറി ഇനി സ്ട്രെയിറ്റ് ഒന്ന് നാഗർകോവിൽ അല്ലേ? പിന്നെ സെയിം അല്ലേ? രണ്ടും സെയിം അല്ലേ? ഓക്കെ. ഓ, എൻ്റെ സൺസ്ക്രീൻ ഒക്കെ ഒലിച്ച് വരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്നത് സുചീന്ദ്രം ടെമ്പിളിലേക്കാണ് അല്ലേ? അതെവിടെയാണ് പോകുന്ന വഴി? എനിക്ക് അറിഞ്ഞൂടാ അത് എവിടെയാണ്. ഓക്കെ, നമ്മൾ പോകുന്ന വഴിക്ക് കാണാം. കമോൺ. National Highway 944 for 1.5 kilometers. കണ്ട് അയ്യോ, അമ്മ അതിൽ നിന്നല്ലേ എടുക്കണം? ഇനി സ്ട്രെയിറ്റ് ടു കന്യാകുമാരി. നമ്മളെത്തി, പക്ഷെ എത്തിയ സമയം കുറച്ചൊന്ന് വൈകിപ്പോയി. സൂപ്പർ. ഇറങ്ങണ്ട വെച്ചിരുന്ന എന്നെ നനച്ച് ഫുള്ളായിട്ട് നനഞ്ഞില്ലേ? അയ്യോ, എന്റെ ഷൂസ് ഒക്കെ നിറഞ്ഞ്. അയ്യോ, നമ്മള് ഇറങ്ങിയ സമയം കുറച്ചൊന്ന് വൈകിപ്പോയി. എന്തായാലും നമ്മളെ കാല് നനച്ചു. കണ്ണപ്പ, നമ്മൾ എവിടെ എത്തു? കണ്ണപ്പ ഒരെണ്ണേ. ആ, കോൺ എന്തോ? ആ, മിക്സ് ഉണ്ട്. കോൺ എത്രയാ? ഏത് വേണം? 30 ഉണ്ട്, 60 ഉണ്ട്. ഗ്രീൻ ഒന്നും വേണ്ടല്ലേ? ആ, എല്ലാം ഒരുപോലെ ആയിപ്പോ. ആ, അത് ഫോണിൻ്റെ ബാക്കിലൊട്ടിക്കുക സ്റ്റിക്കേഴ്സ്. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. ഇനി സ്ട്രെയിറ്റ് ചിത്തിയുടെ വീടെന്ന് പറയുമ്പം അമ്മയുടെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ടാണ് ഇനി നമ്മൾ നേരെ പോകാൻ പോകണം. അപ്പം നമ്മൾ നാഗർകോവിൽ എന്ന് പറയുമ്പോഴേ നമ്മൾ ഇങ്ങോട്ടാണ് നമ്മുടെ പ്ലാൻ. അപ്പം ആ കൂട്ടത്തിൽ നമ്മൾ ഇന്ന് അമ്പലത്തിലും കന്യാകുമാരിയിലൊക്കെ വന്നേ ഉള്ളൂ. അപ്പോൾ ഇനി സ്ട്രെയിറ്റ് ചിത്തിയുടെ വീട്. അതിന് മുൻപ് നമുക്ക് ഫുഡ് കഴിക്കണം, നല്ല വിശപ്പുണ്ട്. ഫുഡ് കഴിച്ചിട്ട് അവിടെ എത്തിച്ച് കാണാം. ബൈ. ലാസ്റ്റ് ടൈം നമ്മൾ നാഗർകോവിലിൽ വന്നപ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു ഫേമസ് സംഭവം നമ്മൾ കഴിച്ചായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നാഗർകോവിലിലെ സ്പെഷ്യൽ കൊത്തു പൊറോട്ട.
നമ്മൾ ഓൾറെഡി രണ്ടിടത്തിൽ പറഞ്ഞു ഇതിന് വേണ്ടി നമ്മൾ കുറേ സ്ഥലത്ത് പോയി അല്ലേ, കുറേ സ്ഥലത്ത് നമ്മൾ അലഞ്ഞ് തിരിഞ്ഞ് അവസാനം ഫൈനലി നമ്മുടെ ചിത്തിയുടെ വീടിൻ്റെ അടുത്ത് തന്നെ ആ ഒരു സ്ഥലം കണ്ടുപിടിച്ച് വന്നു. നമ്മളുടെ കൊത്തു പൊറോട്ട അവിടെ കൊത്ത് റെഡിയാക്കുവാണ്. ഈ സ്ഥലം മാറിപ്പോയതല്ലേ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ കഴിച്ചു, ഒരു വട്ടേ കഴിച്ചുള്ളൂ, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് മാരകമായിരുന്നു. ഇത് ഒരു ആൾക്ക് ഇത്രയും വേണ്ടി വരില്ല, അതിൽ ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ട്. ഗുഡ് മോർണിംഗ് ഫ്രം നാഗർകോയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ എണീറ്റ് ചായയൊക്കെ കുടിച്ച് ആദ്യ കുട്ടിക്ക് ഫുഡ് കൊടുക്കുവാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്താണ്? വലിയ പ്ലാനൊന്നുമില്ലല്ലേ? വലിയ പ്ലാനൊന്നുമില്ല. ഓ, എവിടെയാണ്? മറ്റേ കുളമുള്ള സ്ഥലമാണോ? അല്ല അല്ല ഇന്നലെ പറഞ്ഞേ അല്ല. ഓക്കെ, ആ അങ്ങോട്ട് പോകും. അതിനുശേഷം നമ്മൾ തിരിച്ച് നേരെ ബാക്ക് ടു ട്രിവാൻഡ്രം വീട്ടിലോട്ട് പോകും. കൈ പിടിച്ചോ, കൈ പിടിച്ചോ. അമ്മമ്മ വന്നു, വാ കൈ പിടിക്ക്. ലെഫ്റ്റ് ഹാൻഡടാ, ലെഫ്റ്റ് ഹാൻഡ്. അമ്മ പോന്നേ, വേഗം വാ, പോവും. കണ്ടോ, നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഈ ആൻറ്റി ഇപ്പം ഉണക്കമീനാണ് കൊണ്ടുവന്നത്, മഷ്റൂം വരെ കിട്ടുന്നാണ് പറയണേ. എടുത്തോണ്ടിരിക്കുമ്പോഴേക്കും ആരടാ വീട് എടുക്കണോ, കൊണ്ടോടാ. അമ്മയ്ക്ക് മീൻ കാണുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടെയാണ് അല്ലേ? അമ്മയ്ക്ക് മീൻ കാണുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടെയാണ്. നമ്മുടെ രാവിലെ കാപ്പി, ഇഡലി, ചമ്മന്തി, രസവട, പിന്നെ അവിടെ വേറെ വട, സമോസ. എന്താ ഈ ആൾ ഇവിടുത്തെ ഗസ്റ്റ് അല്ല കേട്ടോ, ഇവിടുത്തെ സ്ഥിരം ആളാണ്. എന്നും ഇവിടെ വരുന്ന, അങ്ങനെ ചിത്തി ഇവിടുന്ന് ഫുഡൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെ ഗൂഗിളിന്റെ സഹായത്തോടെ നമ്മളിതാ കേക്ക് വേൾഡിലേക്ക് എത്തി. ഒരു കേക്ക് മേടിക്കണമായിരുന്നു. ചേട്ടൻ്റെ ചിത്തിയുടെയും ചിത്തപ്പേരും 33rd വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പോൾ നമ്മൾ സർപ്രൈസ് ആയിട്ടൊരു കേക്ക് കൊണ്ട് ചെല്ലാമെന്ന് വിചാരിച്ചു. നല്ല കിടിലൻ ഒറിജിനൽ തലപ്പാക്കെട്ട് തമിഴ്നാട് ബിരിയാണി. പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മളവിടെ തിരിക്കുമായിരുന്നു. ഞാനിപ്പോൾ അത് വോയിസ് ഓവർ കൊടുക്കുകയാണ്, കാരണം എൻ്റെ മൈക്ക് അത് വർക്കിംഗ് അല്ലായിരുന്നുടാ. ഞാൻ അറിഞ്ഞില്ല, ഞാൻ സംസാരിക്കുന്ന ഒന്നും റെക്കോർഡിങ് അല്ലായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയമാണ് കേൾക്കുന്നത്, വോയിസ് ഒന്നുമില്ല. അങ്ങനെ ഞാൻ വീണ്ടും വേറെ വീഡിയോസൊക്കെ ചേട്ടൻ്റെ ഫോണിൽ നിന്നൊക്കെ ഇങ്ങോട്ട് അയക്കുവാണ്, സൗണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ വീഡിയോയ്ക്ക് ശരിക്കും സൗണ്ട് ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇറങ്ങി വന്ന സമയത്ത് ഇതുപോലെ ഒരു പറ്റം മാട്ടുംകൂട്ടം ഇതുപോലെ ഇങ്ങനെ പോകുമായിരുന്നു കേട്ടോ. അതുകൂട്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം അവൻ ഫസ്റ്റ് ടൈം കാണുമല്ലേ ഇതുപോലെ ഒരുപാട് ആടിനെയൊക്കെ. പിന്നെ വീട്ടിൽ പശു വരുന്നു, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും ഇറങ്ങി. അതിനുശേഷം നേരെ ചിത്തിയും മാമനെയും കൂടെ നമ്മൾ കൂട്ടിയിട്ട് പോകുമായിരുന്നു, കാരണം അവർക്ക് വേറൊരു ഫംഗ്ഷൻ കൂടാൻ പോകണമായിരുന്നു. നമുക്ക് പോകേണ്ടതും സെയിം റൂട്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഡ്രോപ്പ് ചെയ്യാം എന്നുള്ളതായിരുന്നു കേട്ടോ നമ്മുടെ പ്ലാൻ. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, എൻ്റെ മൈക്ക് എവിടെ ഇരിക്കുന്നു കേട്ടോ, സീറ്റ് ബെൽറ്റിലാണ്. ആക്ച്വലി എൻ്റെ മൈക്ക് വർക്കിംഗ് അല്ല, ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോഴാണ് അറിയണേ. അപ്പോൾ എന്തായാലും ചിത്തി ഒക്കെ പോവാണ്, വേറെ കാറിലേക്ക് അവർ മാറി കയറുവാണ്. ഇനി അവർ ഫംഗ്ഷൻ കൂടാൻ പോകുന്നു, നമ്മൾ നേരെ ബാക്ക് ടു ട്രിവാൻഡ്രം വരികയാണ്.
നമ്മൾ തിരിച്ച് വീട്ടിൽ ഇപ്പം എന്തോ ഒരു മിനിറ്റ് ഇപ്പം ഓ അമ്മ ഒന്ന് വീഡിയോ കൺക്ലൂഡ് ചെയ്യട്ടടാ. ഒരു മിനിറ്റ്. ഇത്തുവിൻ്റെ പുതിയ ബുക്ക് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്തതേ ഉള്ളൂ. അപ്പം യെസ് ഗൈസ്, അതായിരുന്നു ഇന്നത്തെ വീഡിയോ. എനിക്ക് നല്ല തുമ്മലും പിടിച്ചു. കണ്ണപ്പ ഒന്ന് സഹകരിക്കോ പ്ലീസ്. ആണെങ്കിൽ നല്ല രീതിയിൽ തുമ്മൽ പിടിച്ചു. ഇനി ഫുഡ് കഴിക്കണം, കിടക്കണം, അത്രയേ ഉള്ളൂ. സോ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹോപ്പ് ടു എൻജോയ് ഇറ്റ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.